ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ യൂട്യൂബിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കുറേ നാളെന്ന് പറഞ്ഞാൽ അറൗണ്ട് ഒരു 2 ഇയേഴ്സ് എന്തോ ആയി വീഡിയോ ഞാൻ ഇട്ടിട്ട്. വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ച് പേഴ്സണൽ കാര്യങ്ങളെല്ലാം എനിക്ക് യൂട്യൂബൊക്കെ നിർത്തി വെക്കേണ്ടി വന്നു. പക്ഷേ നമുക്ക് എല്ലാവർക്കും നമ്മുടെ പാഷനായിരിക്കുമല്ലോ വലുത്. അപ്പോൾ ഞാനത് തിരിച്ചറിഞ്ഞ് എൻ്റെ പാഷൻ ഇതാണ്, അപ്പം ഞാൻ ഇതിലോട്ട് തന്നെ വന്നിട്ടല്ലേ കാര്യമുള്ളൂ. 2015 മെയിൻ ഒരു കുഴപ്പമെന്ന് പറഞ്ഞ് ഹസാഡ് വന്നില്ല. V4-ലാണെങ്കിൽ ഹസാഡ് വന്നുണ്ട്, ഇതിൽ ഹസാഡ് വന്നില്ല. പിന്നെ എൻ്റെ ഒരു കോൺസെപ്റ്റിലുള്ള കേട്ടോ, ഞാനതിന് വേണ്ടി ഹസാഡിന് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, വർക്കിങ്ങും ആക്കി വെച്ചിട്ടുണ്ട്. വയറിങ് കംപ്ലീറ്റ് ആയിട്ടില്ല, ചെയ്യണം. ഇതാണ് ഹസാഡ് സ്വിച്ച് ഇട്ട് കഴിയുമ്പോൾ ഇതിനകത്ത് പല മോഡുണ്ട്. ഇതെന്തോ 10-16 മോഡെങ്ങാണ്ടുണ്ടെന്നു കാണുന്നുണ്ട്. ഇനി അടുത്ത ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി ഓണാക്കി കഴിയുമ്പോഴില്ലേ ഞാൻ കാണിച്ചത് മറ്റേ ഹെഡ്ലൈറ്റ് ഓണാക്കി എനിക്ക് ഷോക്കാണ്. കാര്യം നൈറ്റ് വീഡിയോ ഒക്കെ എടുക്കണേ നല്ല ഗ്ലെയർ അടിക്കും. ഐഫോൺ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് നല്ല ഗ്ലെയർ അടിക്കും. വണ്ടി സ്റ്റാർട്ടാക്കി ഓടിക്കുമ്പോൾ തന്നെ ഹെഡ്ലൈറ്റ് ഇങ്ങനെ കത്തി ഭയങ്കര ഷോക്കാണ്. കാരണം ഞാൻ ഉദ്ദേശിച്ച് വെച്ച് നോക്കുമ്പോൾ ഞാനൊരു സ്വിച്ച് കൊടുക്കാമെന്ന് ഓർക്കാം ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി. എനിക്കാണെങ്കിൽ വണ്ടി എടുത്തിട്ട് ഫ്രഷുമാണ്, അപ്പോൾ വയറിംഗ് ഒന്നും കട്ട് ചെയ്യാനും പറ്റില്ല. അത് കാരണം ഞാൻ നൈസായിട്ട് വയറിങ് കട്ട് ചെയ്യാതെ തന്നെ സ്വിച്ച് കണക്ഷൻ കൊടുക്കാനുള്ളൊരു പ്ലാനില്ല. ഹെഡ്ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ ഓടിക്കാവുന്ന രീതിക്ക് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. വലിയ ചിലവൊന്നും വന്നില്ല. ഞാൻ എൻ്റെ ഒരു കോൺസെപ്റ്റ് വെച്ച് ചിന്തിച്ച് നോക്കി കിട്ടിയാണ്, ഇതുവരെ പ്രാക്ടിക്കലായിട്ട് കിട്ടിയിട്ടില്ല. ഞാൻ വീഡിയോയിലൊക്കെ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിങ് കട്ട് ചെയ്തുകൊണ്ടുള്ളതാണ്. പക്ഷേ ഞാൻ വയറിങ് കട്ട് ചെയ്യാതെ ഒന്ന് ശ്രമിച്ച് നോക്കട്ടെ. നമുക്കതിന് വേണ്ടത് ഇതൂരണം, ഹെഡൊന്ന് ജസ്റ്റ് ഊരിയിട്ടാൽ മതി. ഇത് ഊരിയിട്ട് അപ്പം പോയി വേണ്ട സാധനമൊക്കെ ഒന്ന് എടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ ഹസാഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്വിച്ച് വെക്കാൻ നിർത്താം. ഇത് ഇവിടെ തന്നെ വെക്കണം, പക്ഷെ അതൊരു ബോറാകാൻ ചാൻസ് ഉണ്ട്. അതൊന്ന് നോക്കിയിട്ടേ, ഒന്നെങ്കിൽ എവിടെയായിട്ട് വല്ല ഒരു സ്വിച്ച് കൂടി വെച്ചിട്ട്. ഇത് ഹസാഡിൻ്റെ സ്വിച്ചാണ്. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഹസാഡിൻ്റെ കഴിഞ്ഞു, എൻ്റെ ഓണായി. ഹസാഡിൻ്റെ സ്വിച്ചിന് ഇച്ചിരി റെഡും ആവും. ഇപ്പോൾ ഇച്ചിരി റെഡും ആവും. സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ റെഡ് മാറി. ഇവിടെ ഹസാഡും കത്തുണ്ട്. ഇത്രേ ഉള്ളൂ. ഇതിപ്പോൾ നോർമലായിട്ട് ഇൻഡിക്കേറ്റർ ഇടണമെങ്കിൽ ഇത് ഓഫ് ചെയ്തിട്ട് ഇൻഡിക്കേറ്റർ ഇട്ടാൽ മതി. ഇൻഡിക്കേറ്റർ എത്തും. ഇത്രേ ഉള്ളൂ. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച് അതെവിടെയെങ്കിലും നോക്കി വെക്കണം. ഇനി ഇതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് ഹെഡ്ലൈറ്റിന് സ്വിച്ച് കയ്യിലുണ്ട്, പക്ഷെ ചെയ്യാനായിട്ട് കുറച്ച് സാധനങ്ങൾ വേണം. നമ്മൾ വെച്ചാൽ വയറിങ് കട്ട് ചെയ്തതെന്ന് പറഞ്ഞേ, അപ്പോൾ അതിനുള്ള കുറച്ച് സാധനമൊക്കെ വാങ്ങണം. അപ്പോൾ ഇതൊന്നും എടുത്ത് വെക്കണം. സീറ്റൊക്കെ വെച്ചൊന്ന് സെറ്റാക്കട്ടെ. ഇതാണ് വേറെ സ്വിച്ച്. ഇതാകുമ്പോൾ മെറ്റൽ സ്വിച്ചാണ്. പിന്നെ അകത്തൊരു ലൈറ്റ്, റെഡ് ലൈറ്റും വരുന്നുണ്ട്. ഇങ്ങനെ സ്വിച്ചാണ്. പിന്നെ ഇത് വാട്ടർ പ്രൂഫാണെന്നാണ് പറഞ്ഞത്, എന്തോരാണെന്ന് അറിഞ്ഞൂടാ. ഇത് ഈ സൈഡ് വെക്കാൻ നിർത്താം, ഈ സൈഡ് വെക്കാം. ഇപ്പുറമായിട്ട് സ്വിച്ച് ഇങ്ങനെ. നമ്മൾ ഇത്ര വലിയ മെനക്കേട് വരില്ലെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്തായാലും വെച്ച് നോക്കാം. പക്ഷേ ഇത് ഹാൻഡിൽ ഞാൻ കുറച്ച് കഴിഞ്ഞ് മാറ്റും. ഞാൻ ഹാൻഡിലിപ്പം മാറ്റായിരുന്നതാണ്. ഡ്യൂക്കിൻ്റെ ഹാൻഡിൽ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇതെടുത്ത് ഇത് തന്നെ വെക്കാൻ നിർത്താം. ഡ്യൂക്കിൻ്റെ ഹാൻഡിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി മെനയാവും. അപ്പം ഇത് എടുത്ത് വെച്ചാൽ മതി, വേറെ പണിയൊന്നുമില്ല. പിന്നെ എന്തായാലും മറ്റേ സാധനമൊക്കെ വാങ്ങിയിട്ട് വരാം. പിന്നെ നമുക്ക് അതിൻ്റെ സാധനം വണ്ടിയുടെ ലുക്കൊന്ന് കാണിച്ചാൽ, ഇതാണ് വണ്ടിയുടെ ലുക്ക് വന്നിട്ട്. പ്രോഡക്റ്റ് ഞാൻ സെറ്റ് ചെയ്തായിരുന്നു. ഇനി അതിൽ ബാക്കിൽ എന്തെങ്കിലും ഒരു സ്റ്റിക്കർ ചെയ്യണം. എത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഈ സിൽവർ ആക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ആ സ്റ്റിക്കറും പൊളിച്ച് കളയാമെന്ന് വെച്ചാൽ ആ ഒരു സിൽവർ തീം ചേരുന്നുണ്ട്. ഇത് പൂച്ച പണിയുന്ന സ്റ്റിക്കർ അടിക്കാം.
പട്ടിപ്പുട. ഇതോടെ റൈറ്റ് സൈഡിലെ മിററിന്റെ ഹോൾഡർ അല്ലേ വേണ്ട 12 180 DF 58 ഇല്ലല്ലോ. നമുക്കിനി ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്യാനുള്ള പണിയിലോട്ട് കിടക്കാം. ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് വേണ്ട സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതെന്ന് പറയുന്നത് ജമ്പർ കേബിൾ അങ്ങനെയാണ് പറയുന്നത്. വലിയ വിലയൊന്നുമില്ല, ഒരെണ്ണം 5 രൂപ അങ്ങനെ ഉണ്ടുള്ളൂ. ഇത് ഒരു 4 വേണം. ഞാൻ 2 കൂടുതൽ എടുത്തിട്ടുണ്ട്. കാര്യം എൻ്റെ സ്കില്ല് കൂടുതലായ കാരണം ചിലപ്പോൾ പോകാൻ ചാൻസ് ഉണ്ട്. ഇനിയപ്പം ഇത്രയും ദൂരം പോയി വാങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ 2 കൂടുതൽ വാങ്ങിയിട്ടുണ്ട്. ഈ സാധനം ഒരു 4 വേണം. പിന്നെ വന്നിട്ട് ഈ സ്വിച്ച് തന്നെ വേണമെന്നില്ല, പല സ്വിച്ച് വാങ്ങാൻ കിട്ടുമല്ലോ. അപ്പം നിങ്ങളുടെ ഒരു ബഡ്ജറ്റ് നോക്കിയിട്ട് ഇതിപ്പോൾ ഇതാകുമ്പോൾ എനിക്ക് പിന്നെ നോക്കേണ്ട കാര്യമില്ല. പറ്റത്ത് എൻ്റെ അടുത്ത് വേറെ സ്വിച്ചും ഉണ്ട്. ഈ സ്വിച്ച് ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനം വലിയ കുഴപ്പമില്ല, ക്വാളിറ്റിക്ക് ഉണ്ട് അത്യാവശ്യം 900 രൂപ. പക്ഷെ ഇതുണ്ടോ, ഇത് ഇങ്ങനെ തുരുമ്പ് വരും. അപ്പോൾ ഇതൊരു മെനകേടാണ്. പിന്നെ വെള്ളം കയറി കഴിഞ്ഞാൽ ഇച്ചിരി ലാഗം എനിക്ക് തോന്നി. വെള്ളം കയറി എങ്ങനെയുണ്ടോ, ഇത് ഓപ്പൺ ആയിരുന്നതാണ്. വെള്ളം കയറിയിട്ട് ചിലപ്പോൾ പോകാൻ ചാൻസും ഉണ്ട്. അപ്പോൾ വാങ്ങുമ്പോൾ എന്തായാലും നല്ല ഭംഗി വെക്ക്. 4 ജമ്പർ കേബിൾ വേണം, പിന്നെ ഒരു സ്വിച്ചും വേണം. എത്ര സാധനം മതി. പിന്നെ അത്യാവശ്യം ടൂൾസും വേണം കയ്യിൽ. കാര്യം വണ്ടി ഊരി ചെയ്യുമ്പോഴേ. പിന്നെ മാക്സിമം ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. കാര്യം ഒരു ബോൾട്ട് മിസ്സായ വണ്ടിക്ക് വൈബ്രേഷൻ അടിക്കും. ബോൾട്ടൊക്കെ മിസ് ചെയ്യാതെ ചെയ്യാൻ നോക്കുക. ഞാൻ എന്തായാലും ഇതൊന്ന് ഫ്രണ്ടിലെ മേളിലത്തെ ഇതൊന്ന് ഊരാം. വൈസർ ഊരി ആ ഹെഡും ഒന്ന് ഊരി കാണിക്കും. ഹെഡ് വൈസർ ഊരാൻ വേണ്ടി നമുക്ക്, ഞാനിപ്പോൾ എനിക്ക് വൈസറിനകത്ത് ഉണ്ടോ ഹോള് മാച്ചായിട്ടില്ല. കാര്യം ഇതൊന്ന് സ്റ്റിക്കർ ചെയ്യണം, എന്നാലേ ഒന്ന് മെനയാകത്തുള്ളൂ. ഇപ്പോൾ ഫോട്ടോയിലൊന്നും അറിയില്ല. ഇത് ഊരി അങ്ങ് സേഫായിട്ട് എവിടെയെങ്കിലും മാറ്റി വെക്കുക. എന്നിട്ട് അടുത്ത പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊടിയെ അഴുക്കിരിക്കുന്നു പറഞ്ഞു വാട്ടർ വാഷിന് കൊടുത്തതിൻ്റെ ഒന്നും ഫോമാണ്. ഇനി അടുത്ത പണി എൽക്കി എടുക്കുക. അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഇത് ഊരുക. എന്നിട്ട് ഇത് നൈസായിട്ടൊന്ന് താഴ്ത്തി കൊടുത്താൽ മതി. അപ്പോൾ ഊരി വരും. അത് മാറ്റി വെച്ചിട്ട് എന്തായാലേ മൊത്തം പൊടിയായി. ഇനി ഇതിലൊന്നും ചെയ്യണ്ട. ഇതൊക്കെ നമ്മുടെ വയറിങ് മറ്റേ DRL ചെയ്തതിൻ്റെ വയറിങ് ഇവിടെ അല്ലേ ഇരിക്കുന്നത്. ഇവിടെ ഒരു 10 രൂപ ഇത് കണ്ടോ. ഇനി അത് ഊരണം. ഇതൊന്നും ഞാൻ വയറിങ് കെട്ടിയതല്ലേ കേട്ടോ, ഇതെല്ലാം പിന്നെ അതാകുമ്പോൾ എനിക്ക് ആവശ്യമുള്ള പൂരിയും കിട്ടാൽ മതി. എന്ന് വെച്ചാൽ സ്റ്റോക്ക് സാധാരണ ഇതിലോട്ട് നേരെ ഡയറക്റ്റ് കണക്ട് ചെയ്യാനും പറ്റും. വയറിങ് കെട്ടിയത് കഴിഞ്ഞാൽ വാറണ്ടിയിലൊക്കെ പണി കിട്ടാൻ ഉണ്ട്. അതൊന്ന് നൈസായിട്ട് ഈ 10-ൻ്റെ ടീ ഉണ്ടോ, 10-ൻ്റെ ബോൾട്ട് ഉണ്ടോ, ഇത് നൈസായിട്ടൊന്ന് ഊരി കൊടുക്കുക. സാധനമൊക്കെ താഴെ പോയി കഴിഞ്ഞാൽ മെനക്കേടാം.
അതും മാറ്റി വെക്കുക. എന്നിട്ട് നൈസായിട്ട് ഇത് കണ്ടോ, ഇത് ഇവിടെ ഇങ്ങനെ കയറ്റി വെച്ചേക്കുക. ഇത് നൈസായിട്ട് നമ്മൾ പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് നൈസായിട്ട് ഇങ്ങനെ ഊരി വരും. എന്താ ഊരി വരാത്ത? ഇത്രേ ഉള്ളൂ, ഊരി. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടിതും ഊരി കൂടെ. ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ. പ്രൊജക്ടറൊക്കെ ഊരി കളിക്കുമ്പോൾ സൂക്ഷിക്കണം, താഴെ വീണ് പൊട്ടാൻ നിൽക്കില്ല. കാര്യം 10-14,000 രൂപ വിലയുള്ള സാധനം അത്. ഇനി ആ ഹെൽക്കി മാറ്റി വെച്ചിട്ട് പ്രൊജക്ടർ നൈസായിട്ട് ഊരിയെടുക്കണമെങ്കിൽ താഴെ ഒരു സ്ക്രൂ ഉണ്ട്, അതിന് നമ്മൾ സ്റ്റാർ എടുക്കുക. സ്റ്റാർ എടുത്തിട്ട് നൈസായിട്ട് തിരിച്ചു കൊടുക്കുക. നേരെ ഊരി വരും. അതും എടുത്ത് സേഫായിട്ട് മാറ്റി വെക്കുക. ഇനിയാണ് മെയിൻ പരിപാടി. ഇപ്പോഴത്തെ ലുക്ക് നോക്കട്ടെ. ഇപ്പോഴത്തെ ലുക്കുണ്ട്, ഇതാണ്. ഇത് കൊള്ളാല, എന്തോ നല്ലത് മിസ്സിങ് ഉള്ള പോലെ. ഇപ്പോൾ പ്രൊജക്ടർ ഇറക്കണം. പ്രൊജക്ടർ ഇറക്കാൻ വേണ്ടി ഒന്നെങ്കിൽ ഒരു 8-ൻ്റെ 8 തോന്നുന്നു. ഒരു 8 തോന്നുന്നു. 8-ൻ്റെ ഇട്ട് വെക്കുക. 8-ൻ്റെ ഓക്കെ. 8-ൻ്റെ ഇട്ടെന്ന് നൈസായിട്ട് തിരിച്ചു കൊടുക്കുക. ഇത് വെച്ചാണ് ഇങ്ങനെ പ്രൊജക്ടിൻ്റെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പം എന്തോരം മേളിലോട്ട് ലൈറ്റ് അടിക്കണം, താഴത്തോട്ട് ലൈറ്റ് അടിക്കണം, ആ ഒരു അഡ്ജസ്റ്റ് ചെയ്യുന്നത് വെച്ചിട്ട്. ഇത്രേ ഉള്ളൂ. ഇത് വെച്ചിട്ട് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അതല്ല കേട്ടോ, പറഞ്ഞ് തിരിച്ചെടുത്തിരിക്കുന്നു. ഇനി നൈസായിട്ട് അവനങ്ങ് ഊരിയെടുക്കുക. ഇനി ഇത് ഊരിക്കഴിഞ്ഞിട്ട് കാണാം. ഈ ഒരു ഉണ്ടോ, ഇനി ഇതുകൂടി ഒന്ന് ഊരി കൊടുക്കണം. സ്ക്രൂ ഉണ്ടോ, അതായത് ഇതിൻ്റെ പുറകെ വരുന്ന കാണിച്ചില്ല, ഇതുണ്ടോ, ആ ഒരു സ്ക്രൂ ഒന്ന് ഊരി കൊടുക്കണം. ഇത്ര സാധനം ഊരി കഴിയുമ്പോൾ തന്നെ സാധനം ഇങ്ങോട്ട് ഊരി വരും. ഇനിയാണ് പണി. ഇത് ഊരിയെടുത്തിട്ട് വേണം ഇനി അവത്തിൽ ചെറിയ വയറിങ്ങൊക്കെ ചെയ്യും. ഇനി ആ പിന്നെ വിട്ടു കൊടുത്താൽ മതി, സാധനം ഇങ്ങനെ ഊരി വരും. ഊരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഇപ്പം ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. അകത്തോട്ട് കയറിയിട്ട് ഇതേ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്, ഇച്ചിരി ഉള്ളിലോട്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്നൊരു ഇതുണ്ടോ, ഇച്ചിരി ഒരു വലിപ്പം, ആ ഒരു സ്ക്വയർ പോലത്തെ റെക്റ്റാങ്കിൾ പോലത്തെ സാധനം, അതിൽ ഞെക്കി പിടിക്കുക, എന്നിട്ടും തള്ളി നോക്കുക. അപ്പം സാധനം ഊരി വരും. അങ്ങനെ ഊരണം, ഇല്ലേ നമ്മൾ ചുമ്മാ വലിച്ചു കഴിഞ്ഞാൽ വയറ് വിട്ടുപോകത്തേ ഉള്ളൂ. ഇതിപ്പോൾ എനിക്കൊരു പണി കിട്ടി. ഞാനിപ്പോൾ എടുത്തപ്പം മെയിലും ആയിപ്പോയി. ഇത് ഫീമെയിലും അല്ല, ഇത് മെയിലും എന്ന് തോന്നുന്നു. ഇതിപ്പം നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു ഫീമെയിലും ഒരു മെയിലും തന്നെ എടുക്കണം. ഞാനിപ്പോൾ അത് ഒരു വിധത്തിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നൈസായിട്ട് അറ്റമൊന്ന് മാറ്റിയിട്ട് ഇത് ഫീമെയിലാക്കി എടുത്ത്, എന്നിട്ട് ഇവിടെ മെയിലും ആ രീതിക്കാക്കി വെച്ചേക്കുവാണ്. നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, ഫീമെയിലും മെയിലും അങ്ങനെ ആയിട്ട് എടുക്കണം. ഇതിപ്പോൾ വേണ്ട 4 വയർ ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ഫീമെയിൽ മെയിൽ പോർട്ടാക്കിയിട്ട്. ഇനി നമുക്കൊന്ന് കണക്ഷൻ കൊടുത്ത് കാണിക്കാം. ഞാനിപ്പം അതിലുള്ള പോലെ സെയിം കളർ വയറല്ല ഞാൻ എടുത്തിരിക്കുന്നത്, എന്നാലും ഞാൻ നിങ്ങൾക്ക് വ്യക്തമാകുന്ന രീതി പറഞ്ഞുതരാം. ഇങ്ങനെയാണ് നമ്മൾ വയറിങ് കൊടുത്തിരിക്കുന്നത്. ഫീമെയിലെല്ലാം മെയിലിലോട്ട് കയറ്റി വെച്ചേക്കാണ്. ഫീമെയിൽ പോർട്ടെല്ലാം കയറ്റി വെച്ചിട്ട് ഇപ്പം എല്ലാ വയറിനും മെയിൽ പോർട്ട് ഇവിടെ മാത്രം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാര്യം ഇത് നമുക്ക് സ്വിച്ചിന് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൽ പോർട്ട് ഇത് ഗ്യാപ്പ് ഇട്ടിട്ട് അതിൻ്റെ നടുക്കോട്ട് സ്വിച്ചിൻ്റെ ഇത് കൊടുത്തിട്ട് സ്വിച്ചിൻ്റെ ഇപ്പുറത്തെ വയർ നമ്മൾ മെയിൽ പോർട്ടിന് ഇങ്ങോട്ട് കൊടുക്കുക, എന്നിട്ട് അത് കണക്ഷൻ കൊടുക്കുക. അപ്പോഴാണ് നമ്മൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ
ഡിം ഓഫ് ആവുന്നത്, അങ്ങനെ കിട്ടുന്ന രീതിക്ക് ആക്കി എടുക്കണം. ഇനി ഞാനൊന്ന് കണക്ഷൻ കൊടുത്തിട്ട് കാണിക്കാം. അപ്പോൾ ഞാനിത് കണക്ഷൻ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെയാണ് വരുന്നത്. റെഡ് നോക്കിയാൽ കാണാം, റെഡ് ഞാൻ കട്ട് ചെയ്ത് വിട്ടേക്കാണ്. റെഡ് കട്ട് ചെയ്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിലാണ് നമുക്ക് സ്വിച്ച് വെക്കാനുള്ളത്. ഇതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ കൊടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, കളറും ജസ്റ്റ് നോട്ട് ചെയ്യുക ഈ ഒരു ഇതിൽ. അതായത് നേരത്തെ ഇരുന്ന പോലെ തന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ജമ്പർ കൊടുത്തതേ ഉള്ളൂ, എന്നിട്ടൊരു കട്ട് ചെയ്ത് വിട്ടു, അത്രേ ഉള്ളൂ. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, വർക്കിംഗ് ആണോ എന്നറിയണ്ടേ. ആദ്യം വയറിങ്ങൊക്കെ ഓക്കെ അല്ലേ നോക്കാമെന്ന്. കാര്യം ഇടയിൽ മുട്ടുണ്ടെങ്കിൽ പ്രൊജക്ടറിന് 16,000 രൂപ എങ്ങാണ്ടുമാണ്. ജസ്റ്റ് ഒന്ന് നോക്കുക, എന്നിട്ട് ഇനി ഒന്ന് നമുക്ക് വണ്ടി ഒന്ന് ഓണാക്കി നോക്കാം. കീ എടുക്കട്ടെ, വണ്ടി ഇനി ഒന്ന് ഓണാക്കി നോക്കാം. വണ്ടി ഓണായിട്ടുണ്ട്. ഇനി ന്യൂട്രൽ ഇട്ട് സ്റ്റാർട്ട് ചെയ്യാം. ന്യൂട്രലാണ്, ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. പ്രൊജക്ടർ ഓൺ ആയിട്ടില്ല. നമ്മൾ പൊട്ടിക്കുമ്പോൾ പ്രൊജക്ടർ ഓൺ ആവുന്നത്. പിന്നെ ഓഫ് ചെയ്തിട്ട് സ്വിച്ച് കൊടുത്താൽ മതി. അതായത് ഇത് രണ്ടും മുട്ടുമ്പോഴേ ഇനി ഈ ലൈറ്റ് ഓൺ ആകത്തുള്ളൂ. അപ്പം നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സ്വിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെ വർക്കിംഗ് എന്ന്. ഇതിപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഷോർട്ടായി പോയി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഉരഞ്ഞുരഞ്ഞ്. ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് സ്വിച്ച് കൊടുത്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ സ്വിച്ചൊന്ന് ചുമ്മാ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേ സ്വിച്ച് ഇതാണ്, ചുമ്മാ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേ കണക്ഷൻ നോക്കി അറിയാം, ചുമ്മാ വെച്ചേക്കുക. ഇനി നമുക്കൊന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് ചെറിയൊരു ഡിലേ ഉള്ള പോലെ തോന്നുന്നു. അത് നോക്കാം. ഇനി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാസ്സൊക്കെ ഇടുമ്പം ലൈറ്റ് ഓൺ ആവുന്നുണ്ട്. അതായത് ഇപ്പോൾ പാസ് ഇട്ട് കാണിക്കും, പാസ് ഇടുമ്പം ഇതൊക്കെ ഓക്കെയാണ്. അല്ലാത്ത വണ്ടി ഇങ്ങനെ ഓണായിരുന്നാലും ഓഫായിരിക്കും, അത്രേ ഉള്ളൂ. ഇനി എന്തായാലും ഞാനിന്ന് വയറിങ്ങൊക്കെ ഒന്ന് നീറ്റാക്കി എടുത്തിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ നോക്കിയാൽ കാണാം, ഞാൻ ഫുള്ള് സെറ്റ് ചെയ്ത് അകത്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ചോദിച്ചാൽ മതി. പിന്നെ ഇത് ഇച്ചിരി റിസ്ക് പിടിച്ച പണിയാണ്. കാര്യം ചെയ്യുന്നതിനിടയ്ക്ക് എങ്ങാനും കത്തിപ്പോയാൽ പണി കിട്ടി. എന്തായാലും നോക്കി ചെയ്യണം. ഞാൻ പിന്നെ ഇത് എല്ലാം സെറ്റ് ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം ബാക്കി. അപ്പോൾ വണ്ടിയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ ഒന്ന് ഫൈനലായിട്ട് കാണിച്ചു തരാം. ഞാൻ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹസാർഡിൻ്റെ കേട്ടോ, ഇതാണ് മറ്റേ അതിൻ്റെ സ്വിച്ച് വന്നിരിക്കുന്നത്, ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച്. വയറിങ് കട്ട് ചെയ്തായിരിക്കുന്നത്. കാര്യം വയറിങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാറണ്ടി ബാധിക്കും. അപ്പോൾ വയറിങ് കട്ട് ചെയ്യാതെ ഞാൻ ഓണാക്കി കാണിച്ചു തരാം. വേണ്ട, ഹെഡ്ലൈറ്റ് ഇല്ല. നമ്മൾ ഈ സ്വിച്ച് ഇടുമ്പോൾ ഹെഡ്ലൈറ്റ് ഇടും. ആ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് വരും. ഇത്രേ ഉള്ളൂ. ഗൈസ്, അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനിയും അങ്ങോട്ട് ഇങ്ങനെയുള്ള കണ്ടൻസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ ഞാനിനി ട്രാവലിംഗ് വ്ളോഗ്സ് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഇനി അങ്ങനത്തെ കണ്ടൻസ് ചെയ്യാൻ താല്പര്യമുണ്ട് അപ്പം നിങ്ങളുടെ ഞാൻ എന്ത് കണ്ടൻറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് അതുപോലെ ചെയ്യാൻ പറ്റും. എന്തായാലും ഞാനിനി ഈ പാഷൻ തന്നെ മുമ്പോട്ട് കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം സപ്പോർട്ട് ചെയ്യുക ഗൈസ്, ലവ് യു ഓൾ.